Hi guys, ഇന്ന് നമ്മൾ ബികോമിൻ്റെ സെമിസ്റ്റർ 2ൻ്റെ അകത്തെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ ചാപ്റ്റർ 1ൻ്റെ അകത്ത് അല്ലെങ്കിൽ മൊഡ്യൂൾ 1ൻ്റെ അകത്ത് യൂണിറ്റ് 2 ആട്ടോ. യൂണിറ്റ് 2ൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് നേച്ചർ ഓഫ് കോണ്ടാക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് പിന്നീട് ടൈം കിട്ടുമെങ്കിൽ ഒന്ന് ചുരുക്കി ഒന്നോട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഞാൻ എല്ലാം തിരിച്ചിട്ടുണ്ട്. ഇന്ന് മുതലുള്ള വീഡിയോയിൽ നമുക്ക് എല്ലാ പ്ലേലിസ്റ്റും അതായത് പ്ലേലിസ്റ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പം പഠിക്കാൻ നേരത്തെ എളുപ്പമുണ്ടല്ലോ, ആ പോർഷൻ പഠിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഓരോ ഓഫർ അല്ല അക്സെപ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റ് പഠിക്കുന്നത്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖം എന്ന് പറയുമ്പോൾ ആൻഡ് കോണ്ടാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സ്ബിൾ ബൈ ലോ. നമ്മൾ പഠിച്ച ഒരു കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവും, ഒരു എൻഫോഴ്സ്ബിൾ ബൈ ലോ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് എയും ബിയും തമ്മിലല്ലേ, എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്താ എ ബിക്ക് ഒരു ഓഫർ നൽകി മോട്ടോർ വേക്ക് 15,000 രൂപയ്ക്ക് കൊടുക്കുന്നത്, ബി അത് അപ്സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു കണക്ഷൻ ഇവർ തമ്മിലുണ്ട്. ആ സംഭവത്തിന് നമ്മൾ എന്താണ് ഇനി വിശദീകരിച്ച് കൊടുക്കുക, എന്താണ് ഓഫർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പഠിക്കുന്നതാണ് കേട്ടോ. അപ്പം ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറുതാക്കട്ടെ കേട്ടോ. മഴ നല്ല ശക്തമായിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആയോ നോയ്സ് കയറി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പം ഇനി ഓഫർ എന്താ നോക്കാം അല്ലേ. അപ്പോൾ ഓഫർ നമുക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ എഴുതിയേക്കണെ കാണാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് അപ്പുറം ഇപ്പുറയൊക്കെ ഇത് മാറ്റി വെക്കാം. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് തന്നെ കിടപ്പുണ്ടതേ, നോട്ട് വേണ്ട, നീ ടെസ്റ്റ് ചെയ്യുന്നോട്ടെ. ഞാൻ ഈ വരച്ച കാര്യങ്ങൾ ഈ പോയിന്റ് ഞാൻ നോട്ടിലേക്ക് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് സംഭവം. സെക്ഷൻ 2A പറയുന്നത് ഓഫർ എന്താണ് പറയുന്നത്. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈ ടു another his willingness to do or to abstain from doing anything with a view of obtaining the asset of the offer to such an act or abstain he is to make a proposal or offer എന്ന് പറയുന്നു. സെക്ഷൻ ഏതിലാണ് പറയുന്നത്? സെക്ഷൻ 2A പറയുന്നത് അല്ലേ. അപ്പം അതിനെ നമ്മൾ ആ ഡിഫിനിഷൻ കാണാതെ പഠിക്കണം. ലോ ഡിഫൈൻ ദ ടേം ഓഫർ ആൻഡ് പ്രപ്പോസൽ ആസ് വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈ ടു അനദർ ഹിസ് വിൽനെസ്. അത്ര ഒരു പോയിന്റ് ആക്കുക കേട്ടോ. അടുത്ത് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. അടുത്ത് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസറ്റ് ഓഫ് ദ അനദർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റെയിൻസ് ആർ കോൾഡ് എന്താണ് ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈ ടു അനദർ ഹിസ് വിൽനെസ്, ഒരു പേഴ്സൻ്റെ സിഗ്നിഫൈ മറ്റൊരാളുടെ വിൽനെസ് അത് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ എന്തെങ്കിലും സംഭവം ചെയ്യാനോ അത് മറ്റൊരാളുടെ അസറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനോ അങ്ങനെ ഒരു ആക്റ്റിനല്ല അബ്സ്റ്റെയിൻസിനെ ഓഫർ നൽകുന്നതിനാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു ഓഫർ നൽകാം. ഞാൻ എന്താണ് ഈ പെന്ന് നിങ്ങൾക്ക് നൽകാൻ 10 രൂപയ്ക്കാണെങ്കിൽ 10 രൂപയ്ക്ക് ഞാൻ ഈ പേന വിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പേന നിനക്ക് വിൽക്കാം എന്ന് പറയുമ്പം ഞാനൊരു ഓഫർ ഇട്ടേക്കാണ്, ഈ പേനയ്ക്ക് 10 രൂപയ്ക്ക് ഞാൻ ഇത് വിൽക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 രൂപയ്ക്ക് അത് അപ്സെറ്റ് ചെയ്യാം, അപ്സെറ്റ് ചെയ്യാതെ ഇരിക്കാം കേട്ടോ. അത് നിങ്ങളുടെ അത് അക്സെപ്റ്റൻസ് ആണ്. ഓഫർ ഞാനിപ്പോൾ പറഞ്ഞു ഈ പേന 10 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ 10 രൂപയ്ക്ക് ഈ പേന വിൽക്കുന്നു എന്ന് പറയാം. ഇനി അടുത്ത നമുക്ക് നോക്കാം, അടുത്ത പാര നോക്കാം. ഇനി എന്താണ് പ്രൊപ്പോസൽ എന്ന് നോക്കാം അല്ലേ. പ്രൊപ്പോസൽ എന്താണ്, ഓഫർ എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരു ടേമാണ്. പിന്നെ പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന ഇൻ ദ പേസ് ഓഫ് ദ ടേം ഓഫർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ദ വേർഡ് പ്രൊപ്പോസൽ ഈസ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പ്രൊപ്പോസലിനും ഇംഗ്ലീഷ് ലോ പ്രകാരം ഓഫർ എന്നാണ് പറയുന്നത്. രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ് കേട്ടോ. അപ്പം എസൻസ് ഓഫ് എ വാലിഡ് ഇതിനൊക്കെ പറഞ്ഞ മുമ്പ് നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം ഓഫർ എന്താണ്, ഓഫർ എന്താണെന്ന് അറിയണ്ടേ. ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് ദ ഓഫർ ഓർ പ്രൊപ്പോസൽ എന്ന് പറയുന്നു. ആരാണ് ഓഫർ നൽകുന്നത് അല്ലെ ഓഫർ പ്രഖ്യാപിക്കുന്നത് അല്ലെ ഓഫർ ഉണ്ടാക്കുന്നത്, അവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫറർ എന്ന് പറയുന്നത്. ഇപ്പം ഈ നടന്ന സംഭവത്തിൽ പേനയുടെ സംഭവത്തിൽ ആരാണ് ഓഫറർ? ഞാനാണല്ലേ ഓഫറർ. ആരാട്ടെ ലാസ്റ്റ് ശ്രദ്ധിച്ചോണം.
അടുത്ത ഓഫറി. ഓഫറി എന്ന് വെച്ചാൽ ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് ദ ഓഫറി. ആർക്ക് വേണ്ടിയാണോ ഈ ഓഫർ ചെയ്തത് അവരെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓഫർ നൽകിയത്. അപ്പം നിങ്ങൾ ഓഫർ ചെയ്യും, ഞാനെന്താണ് ഓഫറുമാണ് അല്ലേ. അപ്പം ഇത്ര ഉള്ളൊരു. അടുത്ത് നമുക്കിതെങ്ങനെ മേഡ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഓഫർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കണ്ടോ. ഹൗ ആൻ ഓഫർ ഈസ് മേഡ്, സെഷൻ 3 അത് പറയുന്നത്. നമുക്ക് ആദ്യമേ എത്ര തരത്തിലുള്ള ഓഫർ ഉണ്ടെന്ന് നോക്കാം അല്ലേ. എത്രയല്ല ഈ ഓഫർ മേഡ് ചെയ്യുന്ന നമുക്ക് 2 തരത്തിൽ അത് മേഡ് ചെയ്യാം. എങ്ങനെ? എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറായിട്ട് നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എക്സ്പ്രസ് ഓഫറും നമുക്ക് ഇംപ്ലൈഡ് ഓഫറായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് എന്താ ഈ സംഭവം. അപ്പോൾ ഈ ഓഫർ മേഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്രസ് ഓഫർ എന്താണെന്ന് നോക്കണം അല്ലേ. എക്സ്പ്രസ് ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ കോൺട്രാക്റ്റ് മേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ നൽകുന്ന വാക്കാലോ അല്ല റിട്ടേൺ ആയിട്ടായിരിക്കും കണ്ടോ. വൺ വിച്ച് ഈസ് മേഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടേൺ എന്നാണ് പറയുന്നത്. അടുത്ത ഇംപ്ലൈഡിന് വെച്ച് കഴിഞ്ഞാൽ വൺ വിച്ച് ഈസ് മേഡ് അതർവൈസ് ദെൻ ഇൻ വേർഡ്സ് ഇറ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ദ കോണ്ടാക്ട് ഓഫ് ദ പേഴ്സൺ ഓർ ദ സർക്കംസ് ഓഫ് ദ പർട്ടിക്കുലർ കേസ്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇംപ്ലൈഡ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യത്തിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തും ഇംപ്ലൈഡ് ഓപ്ഷന് നമ്മളത് ഇംപ്ലൈഡ് ചെയ്യുന്നതാണെന്ന് പറയും. ഇനി എന്താണ് വാലിഡ് ഓഫർ എന്ന് നോക്കാം അല്ലേ. നമ്മൾ വാലിഡ് കോണ്ടാക്റ്റ് എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു വാലിഡ് ഓഫർ എന്ന് നോക്കാം. നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ഓഫർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഞാൻ വേറെ രീതിയിലും കൂടി പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വരയ്ക്കുക കേട്ടോ, ചെറുതായിട്ടൊന്ന് വരയ്ക്കുകയാണ്. നമുക്കിവിടെ ഓഫർ എങ്ങനെ മേഡ് ചെയ്യാം അതിന് ഇതാണ് ഞാൻ ഓഫർ മേഡ്. ഓഫർ മേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സംഭവമുണ്ട്. ഒന്ന് ആറ്റ്, പിന്നെ ഉള്ളത് ഒമിഷൻ ഓർ ആബ്സ്റ്റൻഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേർഡ്സ് ചെയ്യാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടൻറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേണും ഉണ്ട്, ഇതിൽ ഓർഡറുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വിശദമായിട്ട് പഠിക്കാനില്ല എങ്കിലും നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നൊരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. നമ്മുടെ ബികോമിൻ്റെ ബുക്കിൻ്റെ അകത്ത് അതില്ല. നമ്മൾ CA CMA ഒക്കെ പഠിക്കുമ്പോഴാണ് ഇത് പറഞ്ഞ് നമുക്ക് ആറ്റ്, ഒമിഷൻ, അബ്സ്റ്റെയിൻ, വേർഡ്സ്, കണ്ടൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇത് വേർഡ്സിന് പറഞ്ഞ എക്സ്പ്രസ്സും കണ്ടൻറ്റിന് പറഞ്ഞ ഇംപ്ലൈഡ് ഓഫറായിട്ടും വരും കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വാലിഡ് ഓഫർ വേണ്ടെന്ന് നോക്കാം അല്ലേ. ജസ്റ്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം നമ്മൾ കോണ്ടാക്റ്റ് വാലിഡ് കോണ്ടാക്റ്റ് എന്താണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നത് വിശദമായിട്ട് പറയുന്നില്ല, ചുരുക്കി പോയിന്റ്സ് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ, ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഇൻറ്റൻഷൻ അതെവിടെ കിടക്കുന്നുണ്ടോ? നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. അതെന്താണ് വിശദമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അടുത്തത് ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി ഡിഫൈൻഡ് ആൻഡ് സെർട്ടൺ. ഈ ഓഫർ വ്യക്തമുള്ളതും ഡെഫിനിറ്റ് ആയിരിക്കണം, സെർട്ടൺ ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സെൻട്രിറ്റി ഓഫ് മീനിങ്. ഇപ്പം നമ്മൾ കോണ്ടാക്റ്റ് പഠിച്ചു, വാൾഡ് കോണ്ടാക്റ്റിൻ്റെ അകത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതേ സംഭവം തന്നെയാണ് സെൻട്രിറ്റി ഓഫ് മീനിങ് തന്നെ. ഓഫർ എന്താണ്? കറക്റ്റ് ആയിരിക്കണം. ഞാൻ ഇന്ന സംഭവം വിൽക്കാൻ പോകണു, ഞാൻ കുറേ സംഭവം വെച്ചിട്ട് ഇന്ന സംഭവം വിൽക്കാൻ പോകണു എന്ന് പറഞ്ഞാൽ അത് സെൻട്രിറ്റി ഇല്ല. ഞാൻ ഈ പേന വിൽക്കാൻ പോകണം, അപ്പം എന്താ നിങ്ങൾക്ക് ഉറപ്പായി ഈ പേനയാണ് മനസ്സിലായി. ബാക്കി പേന ഈ കറുത്ത പേന വിൽക്കാൻ പോകണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേന തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനത്തെ സെൻട്രിറ്റി ഉണ്ടാകണം. അവിടെ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതിന് കേസൊക്കെ ഉണ്ട്, കേസിലോ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്ത മൂന്നാമത്തെ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഫറി. ഓഫറിയോട് എന്ത് നൽകണം? ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വേണ്ടവർക്ക് അത് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുക്കുക, നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണ്ട, എഴുതിയെടുത്തോ. കാരണം നമ്മുടെ കൈയും കൂടി വർക്കുമ്പോൾ നമുക്ക് ഫോക്കസ് കൂടും. ഈ 4ാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പോയിൻ്റിന് കൊണ്ടിട്ടൊരു ഉദാഹരണമുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 4ാമത്തെ പോയിൻ്റ് ആൻ ഓഫർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻഷൻ ഓർ ഇൻവെസ്റ്റേഷൻ ടു ഓഫർ. എന്ന് വെച്ചാൽ ഓഫർ ഡിഫറെൻ്റ് ആണ്. എന്താ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻഷനിലും ഇൻവിറ്റേഷൻ ടു ഓഫറിലും ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. കമൻറ്റ് ബോക്സിൽ മറുപടി കണ്ടിട്ടായിരിക്കും നമ്മൾ അത് വിശദീകരിക്കണോ വേണ്ടിയോ ഒന്ന് നോക്കുന്നത് കേട്ടോ. കാരണം കുറേ പോയിൻറ്റ്സ് അറിയാം, ഇങ്ങനെ എല്ലാ പോയിൻറ്റ്സും പറയണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അഞ്ചാമത്തെ പോയിന്റ്, സ്പെഷ്യൽ കണ്ടീഷൻ അറ്റാച്ച് ടു എ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. എന്തിന് സ്പെഷ്യൽ കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആറാമത്തെ പോയിന്റ്, ആൻ ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫൈഡ്. ഒരു ഓഫർ എന്താവാം? ജനറൽ ഓഫർ ആവാം, സ്പെസിഫൈഡ് ഓഫറും ആവാം. ജനറൽ ഓഫർ എന്താണ്, സ്പെഷ്യൽ ഓഫറാണ്, സ്പെസിഫൈഡ് ഓഫർ എന്താണൊക്കെ നമുക്ക് പറയാം കേട്ടോ. കൈൻഡ്സ് ഓഫ് ഓഫർ പറയുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. അടുത്തത് എന്ന് പറയുന്നത് ഏഴാമത്തെ പോയിന്റ് അല്ലേ, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈൻ ദ അസറ്റ് ഓഫ് ദ അനദർ പാർട്ടി. മറ്റൊരു പാർട്ടിയുടെ അസറ്റ് ഒബ്റ്റൈൻ ചെയ്യുന്ന വ്യൂവിലായിരിക്കണം എന്തായിരിക്കണം ഓഫർ മെയ്ഡ് ചെയ്യേണ്ടത്. എട്ടാമത്തെ പോയിന്റ്, ആൻ ഓഫർ മേ ബി കണ്ടീഷണൽ. കണ്ടീഷണൽ ആയ ഓഫർ ആയിരിക്കണം. ഒമ്പതാമത്തെ, ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് അമൗണ്ട് ടു അബ്സെൻസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ an offer cannot say that if the no response is given before the due date, it is will be considered to be accepted. Offer should not contain terms. ഓഫറിൽ ഒരു ടേംസും ഉണ്ടാകാൻ പാടില്ല. ദ നോ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് amount to acceptance. കണ്ടോ? ഒമ്പതാമത്തെ പോയിന്റ്, ആൻ ഓഫർ ക്യാനോട്ട് സേ ദാറ്റ്. ഒരു ഓഫർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ, ഒരു റെസ്പോൺസും ബിഫോർ ഐ ഡ്യൂ ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി പ്രിസേർവ്ഡ് ടു ഹാവ് ബി അപ്സെറ്റ്. അത് അപ്സെറ്റ് ആയിട്ട് കരുതും എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. അല്ലാതെ എനിക്കറിയത്തില്ല. കാരണം നമുക്കറിയാം ഇതൊരു വിർച്വൽ വേർഡാണ്. വിർച്വൽ വേർഡാകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കുറേ ഇതുണ്ടെങ്കിൽ നമുക്കൊരു സൂം മീറ്റായിട്ട് നടത്താൻ എന്നിട്ട് ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ബികോമിൻ്റെ ഒക്കെ നമ്മൾ എന്തിനാണ് അങ്ങനെ നടത്തണേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടത്താത്തത്. പിന്നെ നമ്മൾ വാട്സപ്പ് ലിങ്ക്, ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യക്കാർക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ച് നമുക്ക് അതൊരു ഗ്രൂപ്പായിട്ട് മാറാം. അത്യാവശ്യം കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പായി മാറാം. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ. ഇൻസ്റ്റാഗ്രാം തുടങ്ങി, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും അങ്ങനെ സമയം കിട്ടില്ല. അപ്പം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിലേക്കും കൂടി നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. നമുക്ക് ബികോമിൻ്റെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ ഗ്രൂപ്പ് തുടങ്ങാം. നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ കയറണോ ആ ഗ്രൂപ്പൊക്കെ പറയാം. നമുക്ക് ആ ഗ്രൂപ്പിലൊക്കെ തരാം. നമ്മളിപ്പോൾ ബികോമിൻ്റെ ബാങ്ക് അഡ്മിഷൻസും ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കും ആയിട്ട് ചെയ്യണേ. ഇനി അടുത്ത കൈൻഡ്സ് ഓഫ് ഓഫറാണ്. കൈൻഡ്സ് ഓഫ് ഓഫർ ഞാൻ നോക്കട്ടെ, നോട്ട് ചെയ്തേക്കണേ. കുറച്ചുള്ളൂ, നമുക്ക് അതും കൂടി പറഞ്ഞ് തീർക്കാം അല്ലേ. എന്നാൽ ഒറ്റ വീഡിയോ ഇട്ട് അങ്ങനെ നിൽക്കൂല. അത് കൈൻഡ്സ് ഓഫ് ഓഫർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കൗണ്ടർ ഓഫറും സ്റ്റാൻഡിങ് ഓഫറും ആണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയാം, നിങ്ങൾക്കിത് വായിച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ അതിൻ്റെ മുമ്പ് ജനറൽ ഓഫറും എന്താണ്, സ്പെസിഫൈഡ് ഓഫർ എന്താണ് പറയാം. സ്പെസിഫൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റിന് ഒരു വ്യക്തിയോട് തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ആളോട് മാത്രമായിരിക്കും അത് അപ്സെറ്റ് ചെയ്യാൻ പറ്റും. സ്പെസിഫൈഡ് ഓഫർ മേഡ് ടു എ സ്പെസിഫൈഡ് ഓർ അസറ്റൻ പേഴ്സൺ ആൻഡ് ക്യാൻ ബി അപ്സെറ്റ് ഓൺലി ബൈ ദ സ്പെസിഫൈഡ് പേഴ്സൺ. ഇപ്പം ഞാൻ ടോം എന്നൊരു വ്യക്തിക്ക് ഒരു ഓഫർ നൽകുന്നെങ്കിൽ ആ ടോമിന് മാത്രം അപ്സെറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. അതിനാണ് സ്പെസിഫൈഡ് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ആ കൈൻഡ്സ് ഓഫ് ഓഫറിൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ എസൻഷ്യൽ ഓഫ് വേൾഡ് ഓഫറിൻ്റെ അകത്ത് ആറാമത്തെ പോയിന്റ് ആണ് ഓഫർ മേ ബി ജനറൽ ഓർ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. ഓഫർ മേഡ് ടു പബ്ലിക് അറ്റ് ലാർജ് ആൻഡ് എനി വൺ ക്യാൻ അപ്സെറ്റ് ബൈ ദ പെർഫോം ദ ഡിസൈഡ് ആറ്റ്. അതിന് ഉദാഹരണമായിരുന്നു എന്താ, കാർലി വേഴ്സ് കാർബർ സ്മോക്ക് ബോൾ കമ്പനിയുടെ നമ്മുടെ കേസിലോ. അത് കേസിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. സ്മോക്ക് കമ്പനിക്കാർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, ഞങ്ങളുടെ ഈ പുക സ്മോക്ക് ബോൾ വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവില്ല എന്നൊരു പത്രത്തിൽ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതൊരു ജനറൽ ഓഫറായിരുന്നു. അത് കാർലി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അത് ആ ഓഫർ അപ്സെറ്റ് ചെയ്യുന്ന രീതിയിൽ അത് മേടിച്ച് ഉപയോഗിച്ചു. അവസാനം അസുഖം വന്നപ്പോൾ അതിന് വേണ്ടി കോമ്പറ്റേഷൻ വേണ്ടി കേസ് കൊടുത്തു. അങ്ങനെ കാർലി അത് കേസ് വിജയിച്ചു. അതാണ് പറയണേ ഓഫർ, ജനറൽ ഓഫർ എന്ന് പറയാനുള്ള. അത് ജനറൽ ഓഫറാണ് കേട്ടോ. നമ്മൾ പത്രത്തിൽ പരസ്യം നൽകുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ പറഞ്ഞാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്നൊക്കെ പറയും. നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ സ്റ്റാൻഡിങ് ഓഫറിനാണ് എടുക്കുന്നത്. സ്റ്റാൻഡിങ് ഓഫറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കണ്ടീഷൻ നേച്ചറായിരിക്കും. അത്
ഓപ്പൺ ആയിരിക്കൊണ്ടിരിക്കും, ഓപ്പൺ റിമെയിൻസ് ഓപ്പൺ ഫോർ ദ അബ്സെന്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ഇത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നാളത്തേക്ക് ഓഫർ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത കൗണ്ടർ ഓഫറാണ്. കൗണ്ടർ ഓഫറിന് നമുക്കൊരു ഉദാഹരണം പറയാം. എ ഓഫർ ടു സെൽ ഈസ് സ്പോട്ട് ടു ബി ഫോർ 10 lakh. ബി അഗ്രി ടു ബൈ ഇറ്റ് ഫോർ 8 lakh. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില പേശുക എന്ന് പറയില്ലേ, ഞാൻ പറയുന്നു ഈ പേന നിങ്ങൾക്ക് 10 രൂപയ്ക്ക് തരാമെന്നോ. അപ്പം നിങ്ങൾ പറയുന്നു 8 രൂപയ്ക്കാണെങ്കിൽ ഈ പേന മേടിക്കാമെന്ന്. പറയുന്ന സംഭവത്തിനാണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ. കൗണ്ടർ ഓഫർ ഈസ് എ റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. എന്ന് വെച്ചാൽ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു റിജക്ഷൻ ആണ്. എന്താ, ഒറിജിനൽ ഓഫറിന് മേലുള്ള ഒരു റിജക്ഷൻ ആണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹാസ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് എ ന്യൂ ഓഫർ. ഒരു ന്യൂ ഓഫർ മേക്ക് ചെയ്തല്ലേ ഇവിടെ പുതിയ ഓഫറല്ലേ, ബി അഗ്രി ടു ബൈ ഇറ്റ് ഫോർ 8 lakh. ഇനി അടുത്ത ക്രോസ് ഓഫറാണ്. അടുത്ത ക്രോസ് ഓഫറിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എ ബിയോട് പറയാണ്, അല്ല എക്ക് ബിയോട് ഉണ്ട് എന്താ, കാറ് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന്. എന്നാൽ ബിക്ക് ഇതറിയാതെ തന്നെ ബി പറയുകയാണ് നിൻ്റെ കാർ എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ 2 പേരുടെ മനസ്സിലൊന്നാണ്, 2 പേരും ഉദ്ദേശം ഒന്നാണ്, പക്ഷെ 2 പേർക്ക് അങ്ങോട്ട് അറിയത്തില്ല, അറിയത്തില്ല. അത് നമുക്ക് പറയുകയാണെങ്കിൽ ടു പാർട്ടി എക്സ്ചേഞ്ച് ഐഡൻറ്റിക്കൽ ഓഫർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ ഓഫർ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ്. അതുള്ളൂ, അത്രയുള്ള കാര്യങ്ങളുള്ളൂ. നമ്മൾ ടെസ്റ്റിൽ കിടപ്പുണ്ട് ആ പോയിന്റ്സ്, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാവുക. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ എക്ക് ബിയോടും ഉണ്ടാവും, ബിക്ക് എനോടും സെയിം ആയിരിക്കും, ഒരേപോലത്തെ. ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് ഈ പേന 10 രൂപയ്ക്ക് തരാം, അപ്പം നിങ്ങൾക്കുണ്ടാവും ഈ പേന 10 രൂപയ്ക്കാണെങ്കിൽ ഞാൻ മേടിക്കാം എന്ന് നിങ്ങൾക്കുണ്ടാവും. 2 പേർക്കും പരസ്പരം ഒരു ഒത്തൊരുമ എന്ന് പറയും. നമുക്കതൊരു ജസ്റ്റ് ഒരു ടേംസ് ആയിട്ട് പറയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് വെക്കുക. ഇനി ക്രോസ് ഓഫറിൻ്റെ നമ്മൾ ടെസ്റ്റ് കിടക്കുന്ന പോയിന്റ് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഞാനൊന്ന് എഴുതി തരാം കേട്ടോ. അപ്പം ക്രോസ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പാർട്ടീസ് എക്സ്ചേഞ്ച് കാണത്തില്ലല്ലേ, ഐഡൻറ്റിക്കൽ ഓഫർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് another offer at same time it is not ബൈൻഡിങ്. ഇത്രയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെത്തോളൂ കേട്ടോ. മനസ്സിലായില്ലായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞല്ലേ എഴുതിയത്, അപ്പം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്രോസ് ഓഫർ. കൗണ്ടർ ഓഫറും ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഓഫറും ജനറൽ ഓഫറും ഓർത്തിട്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം. ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ളതും, സ്പെസിഫൈഡ് ഓഫർ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൺ അല്ലാതെ അസർട്ടൈൻ പേഴ്സണിന് വേണ്ടിയുള്ള ഓഫറാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന. ഇച്ചിരി വീഡിയോ ലെങ്ത് കൂടിപ്പോയി, അത്രേ ഉള്ളൂ കൺഫേം. പക്ഷേ ഇത് ബിസിനസ് റിവ്യൂ നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ കുറേ ഉണ്ട് തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിയ വീഡിയോ ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ നൽകിയേക്കാം, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. കുറേ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പമുണ്ട്, എനിക്കും എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരയ്ക്കാം. ഇൻസ്റ്റയിൽ അപ്ഡേഷൻ കുറവായിരിക്കും, എങ്കിലും ഇൻസ്റ്റയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റയിൽ മാക്സിമം ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അന്നേരം ഞാൻ ഇതിൻ്റെ തമ്പുലാനെടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ടൈമിങ് ഇതുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാത്തപ്പോൾ ഇടാൻ ഓർത്തായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പം അടുപ്പിച്ച് 2-3 ദിവസം എങ്ങനെ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിടുന്നത് എന്ന് ഓർത്താണ് ഇടാതിരുന്നത്. അപ്പോൾ അത് വാട്സപ്പിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്ക് വാട്സപ്പ് ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ താഴെ നമ്പർ ഇട്ടേക്കാം. ഓക്കെ, ബൈ.